എനിക്ക് ആകെയുള്ളൊരു മൂത്ത ചേച്ചിയാണ്, ആദിത്യന്റെ ചേച്ചിയാണ്. അതാണ് അത് പൈസ കൊടുത്ത് പറയുകയും. എനിക്ക് തോന്നുന്നില്ല വിസ്മയ കല്യാണം കഴിക്കാൻ പോയെന്ന്. ബിക്കോസ് നമ്മൾ കുറെ ഫൈറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് ചെറുപ്പത്തില്. ഞങ്ങൾ ഒരു വയസ്സ് ഡിഫറൻസ് ഉള്ളൂ. പക്ഷെ എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നൊന്ന് പിച്ചിക്ക് പ്രേമിച്ചപ്പോൾ അതുകൊണ്ട് ലവ് അറേഞ്ച്ഡ് ഫസ്റ്റ് മാരേജ്, ആദ്യത്തെ ആളെ പ്രേമിക്കണത്. ചേച്ചിനെ പറ്റി വളരെ നല്ല അഭിപ്രായമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ്. അപ്പോൾ ആളെ കല്യാണം കഴിക്കുമ്പോൾ അപ്പോൾ എനിക്ക് എൻ്റെ ഭയങ്കര ഏറ്റവും നല്ലൊരു പ്ലസന്റ് മൊമെന്റ് ആണിത്. എനിക്കത് എക്സ്പ്രസ് ചെയ്യണത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ബട്ട് സോ ഗ്ലാഡ്. ലവ് യു. ബിനാലിന് അടിപൊളിയാ, ഞാൻ സംസാരിച്ചു. പുള്ളി അടിപൊളിയാ, നല്ല ആളാ. ഇനി വേണം കൂടുതൽ പരിചയപ്പെടാൻ. ഒരാളെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഹാപ്പിനെസ്, അതാണ് ഞങ്ങളുടെ ലവിന്റെ തുടക്കം. ആഫ്റ്റർ 1 year സംസാരിച്ചു, ഇഷ്ടമായി, കല്യാണം കഴിക്കാൻ പോകുന്നു. ഫീലിംഗ് പ്രൗഡ്, ഹാപ്പിനെസ് എല്ലാം ഉണ്ട്. ഇപ്പൊ ഭയങ്കര എക്സൈറ്റഡാ. വിപിൻ, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി വിസ്മയെ ഭാര്യയായി സ്വീകരിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നുവോ? വിസ്മയ, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി വിപിനെ ഭർത്താവായി സ്വീകരിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നുവോ? Like the whole sky is ours. This only happens once in a lifetime. This only happens once in